ആ, ചെറുതായിട്ട്. മദ്യം കഴിച്ചു കഴിഞ്ഞാ പുറത്ത് താമസിച്ചോണം, ഇങ്ങോട്ട് വരരുത്. ലിക്കർ കഴിക്കുന്ന ഭർത്താക്കന്മാരെയെല്ലാം അവരുടെ ഭാര്യമാര് പുറത്താക്കിയെങ്കിലേ ഇവിടെ പകുതിയോളം വീടുകളിൽ ആണുങ്ങൾ കാണില്ലായിരുന്നു. അത് നിങ്ങളുടെ തെറ്റായ ധാരണയാ. നിങ്ങളെപ്പോലെ കുടുംബത്തെ സ്നേഹിക്കാത്തവര് പുറത്തു പോകും. ഭാര്യയോടും മക്കളോടും സ്നേഹമുള്ളവർ മദ്യപാനമല്ല കുടുംബമാണ് വലുതെന്ന് ചിന്തിച്ച് വീടിനകത്ത് ഒതുങ്ങിക്കൂടും. ഇങ്ങോട്ട് കയറി വന്നാ ഇതൊക്കെ തന്നെയാ സംസാരം. അതുകൊണ്ട് ലഹരിയിൽ വന്നു കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയില ചെയ്യാൻ പാടില്ലാത്ത പലതും പലരും ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, കോടതിയിൽ നിങ്ങളെയും നിങ്ങളുടെ മോനെയും മുട്ടുകുത്തിച്ച അലീന നിസ്സാരമായ അമ്പാടിയെ കേസിൽ നിന്ന് രക്ഷിച്ചു. ആദ്യം നിങ്ങൾ വെച്ച അഡ്വക്കേറ്റ് വാര്യര്, ഇപ്പോഴൊരു നരേന്ദ്രമാരാ. രണ്ടുപേരും ആ മിടുക്കിയുടെ മുന്നിൽ മുട്ടുമടക്കി. അങ്ങനെയെങ്കിൽ അവൾ നോവലിൽ പറയുന്ന നിരഞ്ജന എന്ന കഥാപാത്രത്തെ ആരാണോ ഇരുട്ടിന്റെ മറവിൽ കൊത്തിവലിച്ചത് അവരും കോടതിക്ക് മുന്നിൽ വരും. അന്നും ആ കേസ് ഏറ്റെടുക്കുന്നത് അലീനയായിരിക്കും. അവൾ ആ കേസിലെ പ്രതികളെ കോടതിയിലിട്ട് പൊരിക്കും. അവസാനം അന്ന് പീഡനത്തിന് വിധേയായ പെൺകുട്ടിക്ക് നീതി നേടിക്കൊടുക്കുകയും ചെയ്യും. അവളുടെ നല്ല പ്രായത്തിൽ അവളെ നശിപ്പിച്ചവന്മാരെ തൂക്കുകയറിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് അവന്മാരെ കാത്ത ആരാച്ചാരി ഇരിപ്പുണ്ട്. എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? എപ്പ സംസാരം തുടങ്ങിയാലും ഇതിലാ അവസാനിക്കുന്നത്. ഞാനല്ല പ്രതി, പിന്നെ എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അലീനയെ വിളിച്ചിരുന്നു. കേസ് ജയിച്ചതിന് അഭിനന്ദിക്കാനാ വിളിച്ചത്. ഡിവൈഎസ്പി ശരവണനെ കൊണ്ട് കള്ളക്കേസ് ഉണ്ടാക്കിച്ചത് അമ്മാവനായ സച്ചിയ. അത് അലീനയോടുള്ള വൈരാഗ്യം കൊണ്ടാണെന്ന് പറഞ്ഞു. എന്താണ് അയാൾക്ക് അലീനയോട് ഇത്ര പക? അത് അവനോട് തന്നെ ചോദിക്കണം. കൂട്ടുകാരനായ നിങ്ങൾക്കറിയില്ലേ? എന്നോട് അവനൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. കുഞ്ഞിനെ കളയണോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു നിരഞ്ജനയുടെ അമ്മ. എന്നാൽ അബോർഷന് ശ്രമിച്ചാൽ മകൾക്ക് ആപത്തുണ്ടാവുമെന്ന തിരിച്ചറിവ് അതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചു. മകളെ പ്രസവമുറിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ അമ്മ തേങ്ങി സകല ദൈവങ്ങളെയും വിളിച്ചു. ഇടയ്ക്കെപ്പോഴോ നഴ്സ് വന്ന് പറഞ്ഞു, ഡെലിവറി കഴിഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ചില കാട്ടാളന്മാരുടെ ആ രാത്രിയിലെ താണ്ഡവം നിരഞ്ജനയ്ക്ക് നൽകിയ കുഞ്ഞ്, അതിന്റെ ജനനം നടന്നു കഴിഞ്ഞു. തുടരും. അച്ഛൻ എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ഈ മാഗസിനോട് തീർക്കണം. ഈ ലക്കം വായിക്കാൻ എനിക്കും ആകാംക്ഷയുണ്ടായിരുന്നു. ഭ്രാന്താണ് അവൾക്ക്. സമനില തെറ്റിയൊരു പെണ്ണ് എന്തൊക്കെയോ കുത്തിക്കുറിക്കുക. ആയിക്കോട്ടെ, അതിന് വായനക്കാരുണ്ടല്ലോ. അവരുടെ നോവൽ ഹിറ്റാണല്ലോ. പ്രശസ്തിക്ക് വേണ്ടി ആർക്കും എന്തും ചെയ്യാടാ. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ വിവസ്ത്രയായി പോയ ആ പടം പത്രത്തിൽ അടിച്ചു വരും, വാർത്ത വരും, അവനും പ്രശസ്തനാവും. ഇതങ്ങനെയല്ലല്ലോ അച്ഛാ. അവിടെ മാന്യമായിട്ട് എഴുതിയിട്ടല്ലേ പ്രശസ്തിയാവുന്നത്. അവളുടെ ഒരു മാന്യത. കഴിഞ്ഞ ലക്കം നോവലില് അതിലെ നായിക പ്രഗ്നന്റ് ആയിരുന്നു. ഇപ്പൊ അവര് പ്രസവിച്ചോ? പ്രസവിച്ചിട്ടില്ല, പ്രഗ്നന്റും ആയിട്ടില്ല. ഇതൊക്കെ അവള് വെറുതെ എഴുതുന്നതാ. അല്ല, ഒരു നോവൽ എന്ന് പറയുന്നത് നോവലിസ്റ്റിന്റെ ഭാവനയല്ലേ. അതിന് അച്ഛൻ ഇങ്ങനെ വിരളി പിടിക്കേണ്ട കാര്യം എന്താ?
അവൾ അവളുടെ കഥയാണെന്നല്ലേ പറയുന്നേ, പരസ്യം ചെയ്യുന്നത്. ആയിക്കോട്ടെ, അതും അച്ഛനുമായിട്ട് എന്താ ബന്ധം? ആ, അച്ഛ ദേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട. ഒരു നോവലിനെ അച്ഛൻ ഇത്രയും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ അച്ഛനും ഒരു കഥാപാത്രം തന്നെയാണ്. നീ നിന്റെ പാടുപോക്കി പോടാ. നാളെ പത്രത്തിലൂടെ വരേണ്ട മാഗസിനാ. ഇന്ന് അച്ഛൻ അത് പുറത്തുനിന്ന് വരുത്തിയിരിക്കുന്നു. ഇന്നലെ ഉറങ്ങിയിട്ടും ഉണ്ടാവില്ല. എങ്ങനെ ഉറങ്ങും? അതുപോലെ മനസ്സ് കിടന്ന് തിളയ്ക്കുമല്ലേ. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്കും ആകാംക്ഷയുണ്ട് ആ നോവൽ വായിക്കാൻ. അതുണ്ടാക്കി തന്നത് അച്ഛൻ തന്നെയാ. എന്നാലത് വായിച്ചിട്ട് ചോദ്യങ്ങളുമായിട്ട് പിന്നാലെ കൂടിക്കോ. അമ്മയും മോനും കൂടി എന്റെ സ്വസ്ഥത കളഞ്ഞു. അതാണല്ലോ ഇപ്പൊ നിന്റെയൊക്കെ ജോലി. നോവൽ അവസാനിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞ് ജനിച്ചെടുത്ത. അതിപ്പോ നീരജ നേരത്തെ എഴുതി അവസാനിപ്പിച്ച നോവലിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നാണല്ലോ. അതിന്റെ ബാക്കി അലീന എഴുതിയപ്പോഴും ഇതുപോലൊക്കെ തന്നെ അവളെ എഴുതി വിട്ടേക്കുന്നത്. എന്നാലും അവൾക്ക് അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു കാണൂ. ആ ഇതാ എടാ, ഇത് നമ്മളെ വട്ടാക്കാൻ വേണ്ടിയിട്ട് അവളമാര് മനഃപൂർവ്വം ചെയ്യുന്ന. അങ്ങനെ ഒരു കുഞ്ഞൊന്നുമില്ല. ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ അത് നിന്റെ കുഞ്ഞായിരിക്കും. ഒരുമാതിരി അത് വായിച്ചപ്പോ മുതല് എന്റെ നെഞ്ചെടുപ്പ് കാതി കേക്കാം. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരിൽ ആരുടെങ്കിലും ആയിരിക്കും. അവൻ പറയാ കുഞ്ഞ് നമ്മളിൽ ആരുടെയെങ്കിലും ആയിരിക്കും. ഒന്ന് ചുമ്മാരിടാ. അന്ന് മദ്യവും മയക്കുമരുന്ന് ഒരുപാട് ഉപയോഗിച്ചത് ഞങ്ങൾ രണ്ടാളുവാ. നീ വളരെ കുറച്ചേ കഴിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല. എല്ലാ ഓർമ്മയുള്ളത് നിനക്കാ. അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിന്റെ അവകാശം എന്റെ തലയിൽ കെട്ടിവെക്കണ്ട. കഴിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ കുറച്ച് കഴിച്ചാ മതിയെന്ന്. അത് കേട്ടില്ല. ഇനി എന്ത് സംഭവിച്ചാലും എല്ലാം നമുക്ക് 3 പേർക്ക് കൂടി അനുഭവിക്കാളിയാ. പിടിക്കപ്പെടാണെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? വേദന ഇല്ലാതെ മരിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരൂ. അതല്ലാതെ മറ്റു വഴിയില്ല. എന്താടാ? അവന്റെ സമനില തെറ്റി നടക്കുക. അപ്പൊ നീയോ? നമ്മുടെ എല്ലാവരും അവസ്ഥ അത് തന്നെയാണല്ലോ. ജീവിതം വഴിമുട്ടിപ്പോയി ഒരു നോവല് കാരണം. അവളെ തട്ടാനും പറ്റുന്നില്ലല്ലോടാ. ഇനിയിപ്പോ അതേപ്പറ്റി ചിന്തിക്കാതെ അലീനയും നീരജയും ഒക്കെ ഒന്നിച്ച് ട്രാപ്പിലാക്കണം. ഇടം വലം നോക്കാതെ മുറുക്കി കളയണം. അതിനെന്താ ഇനിയൊരു വഴി? രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ നിനക്ക് അവളുമാരെ വലിഞ്ഞു മുറുക്കിക്കൂടെ? മേയറും നീരജും ഒന്നും പ്രശ്നമല്ലടാ. ഇവിടെ നമുക്കൊക്കെ എതിരാളി അലീനയാ. അവള് അത്ര പെട്ടെന്ന് കീഴടങ്ങി തരുന്ന കൂട്ടത്തിലല്ല. കുടുംബമായിട്ട് കഴിയുന്നവളായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളെങ്കിലും തട്ടിക്കൊണ്ടുപോകായിരുന്നു. ഇവിടെ അതിനും കഴിയാത്ത അവസ്ഥയായിപ്പോയി. ആ, എന്തെങ്കിലും ഒരു മാർഗം ഒത്തുവരുവളിയാ. അതുവരെ അവളെ എഴുതട്ടെ. നടന്ന കഥയാണെന്ന് പരസ്യം ചെയ്തുകൊണ്ട് ആരാണ് കുഞ്ഞ്, എവിടെയാണെന്നൊക്കെ ഇനി ചോദ്യങ്ങളുണ്ടാവും. അതേപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കാനേ പൈസ കാണും. ഇനി വരുന്നിടത്ത് വെച്ച് കാണാലിയ. നീരജയുടെ അച്ഛൻ സഖാവ് ഭാസ്കരനെ കൊന്നത് ഞങ്ങളാണെന്ന് നീ നോവലിലൂടെ ആദ്യം എഴുതി. പേര് മാറ്റിയെങ്കിലും ആള് മാറുന്നില്ലല്ലോ. നീരജയ്ക്കൊരു കുഞ്ഞ് ജനിച്ചെന്ന് എഴുതിയിരിക്കുന്നു. ഇതൊക്കെ നീരജ നിന്നെ കൊണ്ട് എഴുതിക്കുന്നതാ. അവൾ കുറെ കള്ളങ്ങൾ പറയുന്നു. അത് അതിനേക്കാൾ ഭംഗിയായി നീ എഴുതി പിടിപ്പിക്കുന്നു. നീരജ മാഡത്തിന്റെ അച്ഛന്റെ മരണം, ഇപ്പോഴീ കുഞ്ഞിന്റെ ജനനം എല്ലാം എന്റെ ഭാവനയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ മാഡം എനിക്ക് പറഞ്ഞു തന്ന കഥകൾ ആയിക്കോട്ടെ. അതിന് രണ്ടിനും ഇടയിൽ സംഭവിച്ചതോ അതും എന്റെ ഭാവനയാണോ? എന്താ നിങ്ങളൊന്നും പറയാത്തത്? അതൊക്കെ ഭാവനയായിരുന്നെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന ആ 3 പേരും
ഇപ്പൊ എന്റെ നോവലിന്റെ വായനക്കാരാവില്ലായിരുന്നു. കേരളഭൂമി മാഗസിൻ എത്തിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നതും ആദ്യ വായനക്കാരാവുന്നതും നിങ്ങൾ 3 പേരാ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം നീരജ കുറെ നാൾ ഹോസ്പിറ്റലിൽ കിടന്നു. അവിടുന്ന് ഡിസ്ചാർജായ നീരജ അധികം വൈകാതെ വിവാഹിതയാവുകയും ചെയ്തു. അതിനിടയിൽ അവർക്കൊരു കുഞ്ഞ് ജനിച്ചെങ്കിലോ? എന്താ അങ്ങനെ ജനിച്ചൂടെ? അതിനു മുൻപും അതിനുശേഷവും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഒരു പെൺകുട്ടിക്ക് അമ്മയാവാൻ വിവാഹം കഴിയണമെന്നുണ്ടോ? എഴുതാൻ കഴിവുള്ള നിനക്ക് നല്ലൊരു സബ്ജക്ട് കിട്ടി, അത് നീ ആസ്വദിക്കുക. അതുകൊണ്ട് എന്താ, അലീന പീറ്റർ നീരജയ്ക്കൊപ്പം അല്ലെങ്കിൽ അതിന് മുകളിലെത്തി ചുരുങ്ങിയ നാളുകൾക്കുണ്ട്. നോവൽ എഴുതി ജീവിക്കേണ്ട സാഹചര്യമൊന്നും എനിക്കില്ലടോ. എനിക്ക് മാന്യമായ ഒരു ജോലിയുണ്ട്. പിന്നെ വക്കീലിന്റെ കുപ്പായവും എഴുത്തുമൊക്കെ ആവശ്യമെങ്കിൽ മാത്രം ഞാൻ ചെയ്യുന്ന തൊഴിലാ. അതും പ്രതിഫലത്തിനു വേണ്ടിയല്ല. ഒരു സ്ത്രീയും അവരുടെ അമ്മയും ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ മരവിച്ചുപോയ കുറച്ച് ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളാ എന്റെ മനസ്സില്. ഒരമ്മയുടെയും മകളുടെയും തേങ്ങൽ. മകളുടെ നല്ല ജീവിതം മുന്നിൽ കണ്ട മേയർ സുലേഖ അടങ്ങി. താൻ ഉൾപ്പെടെയുള്ള 3 പേരെയും വെറുതെ വിട്ടു. എന്നാൽ അങ്ങനെ അന്ന് ചെയ്ത തെറ്റ് മറക്കാൻ എല്ലാത്തിനും സാക്ഷിയായ കർത്താവിന് കഴിയില്ലല്ലോ. ആ കർത്താവ് എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. നോക്കിക്കോടൂ, ഇനി ഒരു ദിവസം പോലും സമാധാനത്തോടെ തനിക്ക് ഉറങ്ങാൻ പറ്റില്ല. തന്റെ കൂട്ടാളികൾക്കും. ആ രാത്രിയെ മറക്കണ്ട. ഓർക്കണം, ഒരു ഭീതിയോടെ. കണ്ണൊന്നടയുമ്പോ പിന്നെ ഉറക്കം നഷ്ടപ്പെടണം. നോവലിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു എന്നുവെച്ചാൽ ആ കുഞ്ഞിനിപ്പോ 25 കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ നിൽക്കുന്ന ആ കുഞ്ഞ് നിങ്ങൾ 3 പേരുടെയും ചുറ്റിനും തന്നെ ഉണ്ടാവും. കണ്ണു തുറന്നിരിക്കെ, കാത് കൂർപ്പിച്ചിരിക്കെ. നിങ്ങളെ തേടി വരുന്ന ഒരാൾ ഒരുപക്ഷെ ആ കുഞ്ഞായിരിക്കും. എനിക്കറിയാമായിരുന്നു ഈ ലക്കം നോവൽ വായിച്ചു കഴിയുമ്പോ നീയൊക്കെ എന്റെ മുന്നിൽ വരുമെന്ന്. എന്തൊക്കെ അനാവശ്യങ്ങളാ ആ നോവലിലൂടെ എഴുതിവിടുന്നത്. നിന്റെ നോട്ടത്തില് അനാവശ്യമെന്ന് തോന്നുന്നത് സത്യങ്ങളാടാ. എന്ത് സത്യം? നിങ്ങളുടെ മോക്കൊരു കുഞ്ഞ് ജനിച്ചോ? വിവാഹത്തിനു മുമ്പ് നീരജ പ്രസവിച്ചോ? അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണോ മഹാദേവൻ എന്നയാൾ അവളെ വിവാഹം കഴിച്ചത്? ഇതൊക്കെ നിന്നോട് പറയേണ്ട കാര്യം എന്താ? മഹാദേവനോട് നീ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് എന്തായി? അവര് രണ്ടുപേരും 2 വഴിക്ക് പോയോ? നുണകൾ പറയുന്നൊരു മകളും അത് അതിനേക്കാൾ ഭംഗിയായി എഴുതുന്നൊരു ടീച്ചറും. കള്ളവും ചതിയുമായിട്ട് നടക്കുന്നത് നീയും നിന്റെ കൂട്ടുകാരുവാ. ഞങ്ങളാരും അത് ശീലിച്ചിട്ടില്ല. അപ്പോ വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ മകൾക്ക് ഒരു കുഞ്ഞു ജനിച്ചു എന്ന് നിങ്ങൾ സമ്മതിക്കുക അല്ലേ? നോവലിൽ നീ എന്ത് വായിച്ചുവോ അതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് ആ കുഞ്ഞെവിടെ? അതിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നു. എന്താ, തൃപ്തിയായോ?
അതാണോ അപർണ എന്ന നീരജയുടെ മോള്? അപർണ മോള് ഈ വർഷം ഡിഗ്രി കഴിയത്തേ ഉള്ളൂ. എന്നുവെച്ചാൽ കഷ്ടിച്ച് 20 ആയിട്ടേ ഉള്ളൂ. നോവലിൽ പറയുന്ന സമയത്ത് നീരജയ്ക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ വയസ്സ് അതിൽ കൂടുതൽ കാണും. അപർണ മോള് മഹാദേവന്റെ നീരജയുടെ മകളാണ്. അന്നത്തെ ആ സംഭവത്തിന്റെ പേരില് ഞങ്ങൾ ഭയന്ന് കഴിയുകയാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടിപ്പോ വട്ടാക്കാനം നോക്കുന്നല്ലേ? അതേടാ, നീയൊക്കെ ഭ്രാന്തെടുത്ത് ഓടണം. അന്നാ സംഭവം നടന്നതിന് ശേഷം നിന്നെയൊക്കെ കാണാൻ ഞാൻ പോലീസ് ലോക്കപ്പിൽ വന്നല്ലോ. ആ സമയത്ത് സമനില തെറ്റിയ ഒരു അമ്മയായിരുന്നടാ ഞാൻ. ഇന്നും ആ ഷോക്കിൽ നിന്ന് ഞാൻ മുക്തയായിട്ടില്ല. ഇനി അതിനേക്കാൾ ദയനീയമായിരിക്കണം നിന്റെയൊക്കെ അവസ്ഥ. ഈ നോവലിൽ പറയുന്നതൊക്കെ സത്യമാണെന്ന് അറിഞ്ഞിട്ട് അന്നത്തെ 16-കാരിയോട് മൃഗങ്ങളെക്കാൾ മോശമായി പെരുമാറിയ നീയൊക്കെ ആരാണെന്നറിയാൻ ഒരാള് പരക്കം പായ രജനി മൂർത്തി. നിന്റെ ഭാര്യ തന്നെ മതിയടാ നിന്റെ തലച്ചോറിന് ക്ഷതം വരുത്താൻ. നോവല് പുരോഗമിക്കും തോറും രജനി അലീനെ തേടി വരും. അങ്ങനെ വരുന്ന ഒരു ദിവസം രജനി മൂർത്തി അറിയും ആ 3 പേര് നീയൊക്കെയാണെന്ന്. അതിനു മുമ്പ് നീയൊക്കെ ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ കുഞ്ഞവിടെയുണ്ടെന്നോ? അതെനിക്കറിയത്തില്ല. ചിലപ്പോ തൂണിലും തുരുമ്പിലും ഒക്കെ കാണുമായിരിക്കും. ഏതായാലും എല്ലാ ലക്കവും മുടങ്ങാതെ വായിക്ക്. ഏതെങ്കിലും ലക്കത്തിൽ അറിയാം കുഞ്ഞവിടെയുണ്ടെന്ന്. കുഞ്ഞ് ജനിച്ചാലും ഇല്ലെങ്കിലും നോവല് 4 കാലില. സാറോ? എവിടെയാ മാമച്ച ആ കുഞ്ഞ്? ഏത് കുഞ്ഞിന്റെ കാര്യമാ സാറേ? ഒരു പെണ്ണിന്റെ കഥ എന്നുള്ള നോവൽ ലക്കം അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ജനനത്തോടെയാ. ആ കുഞ്ഞ് എവിടെയാണെന്നാ ചോദിച്ചത്. എന്റെ സാറേ, സാറിനെ പോലെ തന്നെ ഒരുപാട് പേര് ഇതേക്കുറിച്ച് അറിയാൻ വിളിക്കുന്നുണ്ട്. എനിക്കറിഞ്ഞുകൂടാ സാറേ ആ കുഞ്ഞ് എവിടെയാണെന്ന്. എല്ലാ അലീന പീറ്ററിനെ അറിയൂ. മാമച്ചാൻ, നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് ആ നോവൽ നിർത്തണമെന്ന് പറഞ്ഞതാ. എന്നിട്ട് നിങ്ങളത് നിർത്തുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ ലക്കത്തിലും മനുഷ്യന്റെ തല ഇങ്ങനെ ചൂട് പിടിപ്പിച്ചോണ്ടിരിക്കുക. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കാ സാറേ, ആ നോവൽ എന്തിനാ നിങ്ങളുടെയൊക്കെ ഉറക്കം കെടുത്തുന്നത്? ആ നോവലുമായിട്ട് സാറിന് എന്താ ബന്ധം?